ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ വിജയത്തിന്റെ വക്കിലാണ്. ടെസ്റ്റിന്റെ ആദ്യ ദിവസമായിരുന്നു ഇന്ന്. ഇന്നത്തോടുകൂടി കളി ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക ഇന്ന് രണ്ടാമത്തെ ഇന്നിംഗ്സിനും ബാറ്റ് ചെയ്യാനെത്തി. ഇത്രയും വേഗത്തിൽ ടെസ്റ്റ് കഴിയുമെന്ന് ആരും തന്നെ കരുതിയില്ല. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നാണ് രണ്ടാമത്തെ ടെസ്റ്റ് ആരംഭിച്ചത്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ സൗത്ത് ആഫ്രിക്ക 55 റൺസിന് ഓൾ ഔട്ടായി. ഇത്രയും വേഗത്തിൽ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആകുമെന്ന് ആരും തന്നെ കരുതിയില്ല. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. എന്നാൽ ഇന്ത്യക്കും ഇന്ന് വലിയ റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇന്ത്യ 151 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ന് ഇന്ത്യക്ക് ഇത്രയും അധികം റൺസ് കിട്ടാൻ കാരണം അത് കോഹ്ലിയാണ്. കോഹ്ലി ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അതുപോലെ ശുമാൻ ഗില്ലും രോഹിത് ശർമ്മയും പിന്തുണ കൊടുത്തു. രോഹിത് 39, ഗില്ല് 36, കോഹ്ലി 46. അതേസമയം തന്നെ ബാക്കി എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. ശ്രേയസ് അയ്യർ ഡെക്കിൽ പുറത്തായി. ജഡേജ, ജസ്പ്രീത് ബുംറ, സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ തുടങ്ങി എല്ലാ താരങ്ങളും ഡെക്കിലാണ് പുറത്തായത്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബൗളിംഗിൽ എറിഞ്ഞിട്ടു. പിന്നീട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക സെക്കൻഡ് ഇന്നിംഗ്സിന് ഇറങ്ങി. അവർക്ക് ഇപ്പോൾ സ്റ്റംപ് എടുക്കുമ്പോൾ 62 റൺസിൽ അവർക്ക് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ത്യക്ക് 36 റൺസിന്റെ ലീഡുണ്ട്. ഇന്ത്യയുടെ ബൗളിംഗിൽ ബാറ്റ് വയ്ക്കാൻ ഭയപ്പെടുന്ന സൗത്ത് ആഫ്രിക്കൻ ടീമിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. നാളെ ഇനി സൗത്ത് ആഫ്രിക്കൻ ടീമിന് ഈ ഒരു 36 റൺസിന്റെ ലീഡ് മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഇന്നിംഗ്സിന്റെ വിജയം നേടാൻ സാധിക്കും. ഇന്ത്യ പകരത്തിന് പകരം വീട്ടുമെന്നത് ഉറപ്പാണ്. 99% ഇന്ത്യ ടെസ്റ്റ് ജയിക്കുമെന്നത് ഉറപ്പാണ്. കാരണം അവർക്ക് ഇന്ത്യയുടെ ലീഡ് പോലും മറികടക്കാൻ സാധിച്ചിട്ടില്ല. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, നാളത്തോടുകൂടി ടെസ്റ്റ് മത്സരം അവസാനിക്കും. രണ്ടാമത്തെ ദിവസം കൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് മത്സരം അവസാനിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നാളത്തെ ആദ്യ സെക്ഷനിൽ തന്നെ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആയേക്കും. അങ്ങനെ ഇന്ത്യ രണ്ടാം ടെസ്റ്റ് ജയിക്കാൻ പോവുകയാണ്. ഇന്ത്യ പരമ്പരയിൽ അപ്പോൾ ഒപ്പത്തിനൊപ്പം എത്തും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.